ഹലോ, ഗുഡ് മോർണിംഗ്. ഇംഗ്ലീഷിലെ ഫസ്റ്റ് ടേമിലെ 2025-2026 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് എന്താണ് കാണുന്നത്? നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു നാച്ചുറൽ പിക്ചറാണ് അല്ലേ? എന്തൊക്കെയാണ് ചിത്രത്തിലുള്ളത് എന്നാണ് നമുക്ക് ആദ്യം നോക്കേണ്ടത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഈ ഒരു ചിത്രം? ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തെ ചോദ്യം എന്താണെന്നാണ് ഇവിടെ താഴെ എഴുതിയിട്ടുണ്ട് കേട്ടോ. എന്താ വായിച്ചു നോക്കി. ഒബ്സർവ് ദ പിക്ചേഴ്സ് ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. ഈ ചിത്രം നന്നായിട്ട് ശ്രദ്ധിച്ച് ഇതിൽ എന്തൊക്കെയാണ് ഉള്ളതെന്നൊക്കെ നോക്കുക. എന്നിട്ട് താഴെയുള്ള ചോദ്യത്തിന് ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് വൺ എന്താണ്? ഇവിടെ കണ്ടോ? ഫസ്റ്റ് വൺ എന്താണ്? ഡാഷ് ക്യാൻ ക്ലൈംബിങ് ട്രീസ്. ആരോ ഒരാൾ ട്രീയിൽ ക്ലൈംബ് ചെയ്യുന്നുണ്ട് അല്ലേ? മരത്തിൽ കയറി നിൽക്കുന്നത് ആരാന്നാണ് ചോദിച്ചത്. ട്രീ ആരാണ്? ആർക്കാണ് മരത്തിൽ കയറാൻ കഴിയുക? യെസ്, മങ്കി. വെരി ഗുഡ്. സെക്കൻഡ് വരുന്നത് ഡക്സ് മേക്സ് ദ സൗണ്ട് ഡാഷ്. എന്താണ്? ഏതാണ് ഡക്കിൻ്റെ സൗണ്ട് വരുന്നത്? വെരി ഗുഡ്. ഓക്കെ, ഡക്സിൻ്റെ സൗണ്ട് എന്താണ്? ക്വ ക്വ എന്നുള്ള സൗണ്ടാണ് അല്ലേ? ഓക്കെ, തേർഡ് വൺ എന്താ വരുന്നത്? വെർ ഈസ് ദ റോസ് പ്ലാന്റ് ഇൻ ഓർ ഔട്ട് ദ പോട്ട്? എവിടെയാണ് റോസ് പ്ലാന്റ് എവിടെയാണെന്ന് ചോദിച്ചത്. പോട്ടിൻ്റെ ഉള്ളിലാണോ പോട്ടിൻ്റെ പുറത്താണോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. എവിടെയാണ്? ഇൻ ദ പോട്ടാണ് അല്ലേ? ഔട്ട് ദ പോട്ട് ഇൻ ദ പോട്ടാണോ എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഇൻ ദ പോട്ടാണല്ലേ, പോട്ടിൻ്റെ ഉള്ളിലാണ് റോസ് പ്ലാന്റ് ഉള്ളത്. ഈ ഫോർത്ത് വൺ എന്താ? ബേബി ഓഫ് കാറ്റ് ഈസ് കോൾഡ് ഡാഷ്. കാറ്റിൻ്റെ ബേബീനെ നമ്മൾ എന്താ വിളിക്കുക? പപ്പി, കിറ്റൻ. ഇതിൽ ഏതാണ് നമ്മൾ വിളിക്കുക? കാറ്റിൻ്റെ ഇതിൽ കിറ്റൻ. ഓക്കെ, വെരി ഗുഡ്. പിന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് ഇവിടെ വരുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? സീ ദ നെയിം ഓഫ് ദ പിക്ചേഴ്സ് ആൻഡ് കളർ ദ പിക്ചർ ബിഗിൻ വിത്ത് ലെറ്റർ എൽ. ലെറ്റർ ക്യാപിറ്റൽ എൽ ആണ് കേട്ടോ. ഓക്കെ, താഴെ കുറച്ച് പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്താണ്? അംബ്രല്ല, ജഗ്, ലീഫ് അല്ലേ? 3 പിക്ചേഴ്സ് ഉണ്ട്. 3 പിക്ചേഴ്സിൽ ഏതാണ്? എന്താണ് ആദ്യം നെയിംസ് പറയാം. ഇത് 3ൻ്റെയും നെയിംസ് പറയാം. എന്താണ് ഇതിൻ്റെ 3ൻ്റെ പേരുകൾ? എന്താണ്? ഒന്ന് അംബ്രല്ല, ഒന്ന് ജഗ്, ഒന്ന് ലീഫ്. അപ്പോൾ നമ്മൾ പേരുകൾ പറഞ്ഞു. പിന്നെ അടുത്ത് വരുന്നത് എന്താണ്? ലെറ്റർ എൽ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതിലേതാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഏതാണ്? അംബ്രല്ലയാണോ, ജഗ്ഗാണോ, ലീഫാണോ? ഇതിലേതാണ്? യെസ്, ലീഫാണ് അല്ലേ? എൽ ഫോർ ലീഫ്. അത്രയേ ഉള്ളൂ അതിൽ വരുന്നത്. പിന്നെ കളർ ചെയ്യുക. എൽ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന പിക്ചർ ചെയ്ത് നമ്മൾ ലീഫാണെന്ന് കണ്ടുപിടിച്ചു. അതിന് നമ്മൾ കളർ ചെയ്യാം. ഈ ലീഫിൻ്റെ കളർ ഗ്രീൻ ആയതുകൊണ്ട് നമുക്ക് ഇവിടെ ഗ്രീൻ കളർ കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ സെക്കൻഡ് ക്വസ്റ്റ്യനും ഫിനിഷ് ചെയ്തു. ഇനി വരുന്നത് തേർഡ് ക്വസ്റ്റ്യനാണ്. മാച്ച് ദ മമ്മ ലെറ്റേഴ്സ് വിത്ത് ഇറ്റ്സ് ബേബി ലെറ്റേഴ്സ് ആണ് അല്ലേ? ബേബി ലെറ്റേഴ്സും മമ്മ ലെറ്റേഴ്സും കൂടെ തമ്മിൽ മാച്ച് ചെയ്ത് കൊടുക്കാനാണ്. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ എന്താണ്? മമ്മ ലെറ്റേഴ്സും റൈറ്റ് സൈഡിൽ ബേബി ലെറ്റേഴ്സും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് മാച്ച് ചെയ്ത് കൊടുക്കാം. എല്ലുണ്ട്. ഏതൊക്കെ ലെറ്റേഴ്സാണ്? എൽ, എം, എൻ, കെ, ക്യു. ഇതിലേതാണ് മാച്ച് ചെയ്ത് കൊടുക്കുക? എല്ലാം ഒന്ന് ഐൻ്റെത് ഏതാണ്? ഐ ആണ്. സ്മോൾ ലെറ്റർ ഐ, ബേബി ലെറ്റർ ഐ. എമ്മിൻ്റെത് എമ്മിലേക്ക് മാച്ച് ചെയ്ത് കൊടുക്കുക. ഓരോന്ന് അതിൻ്റേതായിട്ടുള്ളതിലേക്ക് മാച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ലെറ്റേഴ്സൊക്കെ നന്നായിട്ട് പഠിച്ചിട്ട് വേണം വീട്ടിൽ നിന്ന് പോവാൻ. ഓക്കെ, അപ്പോൾ ഇത് നല്ല സിമ്പിൾ ക്വസ്റ്റ്യൻസ് അല്ലേ? ഇനി വരുന്നത് ഏതാണ്? ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ആണ് അല്ലേ? ഫോർത്ത് ക്വസ്റ്റ്യൻ. സർക്കിൾ ദ ബേബി ലെറ്റേഴ്സ് ഉള്ള ബേബി ലെറ്റേഴ്സ് ഈ സർക്കിളിൽ നിന്ന് എടുത്തിട്ട് ഇതിൽ നിന്ന് എടുത്തിട്ട് സർക്കിൾ ചെയ്ത് കൊടുക്കുക. ബേബി ലെറ്റേഴ്സ് ഏതൊക്കെയാണ് നിങ്ങൾക്ക് അറിയാൻ നോക്കട്ടെ. ഏതൊക്കെയാണ് ബേബി ലെറ്റേഴ്സ്? ബേബി ലെറ്റേഴ്സ് ഇതിലൊന്ന് നോക്കിയിട്ട് കണ്ടുപിടിച്ചേ. ഏതൊക്കെയാണ് ബേബി ലെറ്റേഴ്സ്? യെസ്, എം, എൽ, കെ, എൻ, പി. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ബാക്കിയൊക്കെ എന്താണ്? മമ്മ ലെറ്റേഴ്സാണ് അല്ലേ? ഓക്കെ, ഇത്രയും നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ എന്താണ്? ഫോർത്ത് ക്വസ്റ്റ്യൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ബേബി ലെറ്റേഴ്സും മമ്മ ലെറ്റേഴ്സും നന്നായിട്ട് പഠിച്ചിട്ട് വേണം പോകാൻ. ഏതൊക്കെയാണ് ബേബി ലെറ്റേഴ്സ്? മമ്മ ലെറ്റേഴ്സ് കണ്ടാൽ അതിൻ്റെ ബേബി ലെറ്റേഴ്സ് ഏതൊക്കെയാണ് പാരൻസും നന്നായിട്ട് ശ്രദ്ധിക്കാം. പിന്നെ വരുന്നത് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ആണ് അല്ലേ? സർക്കിൾ ദ വേർഡ്സ് ദാറ്റ് ബിഗിൻസ് വിത്ത് എൻ. എൻ വെച്ച് ലെറ്റർ എൻ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് സർക്കിൾ ചെയ്യാനാണ് വന്നത്. എത്ര വേർഡ്സ് ഉണ്ട് ഇവിടെ? 5 വേർഡ്സ് ഉണ്ട് അല്ലേ?
കിറ്റൺ, ജാക്ക് ഫ്രൂട്ട്, ന്യൂസ് പേപ്പർ, പംകിൻ ആൻഡ് നെറ്റ്. ഇതിൽ എൻ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏതാണ്? കിറ്റൺ ആണോ, ജാക്ക് ഫ്രൂട്ട് ആണോ, ന്യൂസ് പേപ്പർ ആണോ, പംകിൻ ആണോ, അല്ലെങ്കിൽ നെറ്റാണോ? ഒന്ന് കണ്ടുപിടിച്ചേ ഏതാണ്? യെസ്, ഇത് ന്യൂസ് പേപ്പറും നെറ്റും. നെറ്റ് ന്യൂസ് പേപ്പർ എന്നിൻ്റെ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് നമ്മൾ ഇതിൽ നിന്ന് ഫസ്റ്റ് ലെറ്റർ കാണാൻ പറ്റും. എൻ, ന്യൂസ് പേപ്പറിൻ്റെ ഫസ്റ്റ് ലെറ്റർ എൻ ആണ്, നെറ്റിൻ്റെതും എൻ ആണ്. ബാക്കിയൊക്കെ എന്താണ്? പംകിൻ്റെത് പി ആണ്, ജാക്ക് ഫ്രൂട്ടിൻ്റെ ജെ ആണ്, കിറ്റേണ്ടത് കെ ആണ്. അപ്പോൾ എത്രയാണ് വരുന്നത്? പിന്നെ അടുത്ത 6th വൺ എന്താ? 6th ക്വസ്റ്റ്യൻ എന്താ? ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ. താഴെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ എന്താണ് ആൻസർ നമ്മൾ പറയാനാണ് പറഞ്ഞത്. പിന്നെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? വിച്ച് ഈസ് അവർ ഫ്ലാഗ്? നമ്മുടെ ഫ്ലാഗ് ഏതാണ്? ഇതിലേതാണ് നമ്മുടെ ഫ്ലാഗ് വരുന്നത്? ഇതാണ് നമ്മൾ ഫ്ലാഗ് വരുന്നത്. യെസ്, നമ്മൾ ഇന്ത്യൻസ് ആണ്, അപ്പോൾ നമ്മളെ ഇന്ത്യൻ ഫ്ലാഗാണിത്. ഫസ്റ്റ് വൺ. സെക്കൻഡ് വൺ, വി യൂസ് ഡാഷ് ടു ക്ലീൻ അവർ ഹോം. നമ്മൾ വീട്ടിൽ നമ്മൾ ഹോം ക്ലീൻ ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു. എന്താണ്? ഒന്ന് കമൻറ്റ് ചെയ്തേ എന്താണ്. അതിൽ നമ്മൾ ഇംഗ്ലീഷ് പേപ്പർ ആയതുകൊണ്ട് ഇംഗ്ലീഷിൽ തന്നെ എല്ലാവരും കമൻറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ തേർഡ് വൺ എന്താ വരുന്നത്? തേർഡ് ക്വസ്റ്റ്യൻ എന്താ? ഹൂ ഈസ് യുവർ ക്ലാസ് ടീച്ചർ? ഏതാണ് നിങ്ങളുടെ ക്ലാസ് ടീച്ചറിൻ്റെ പേര്? എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യേ. ഓരോരുത്തരുടെ ക്ലാസ് ടീച്ചറിൻ്റെ ഒരുപോലെയുള്ള എത്ര ക്ലാസ് ടീച്ചേഴ്സിൻ്റെ പേരുണ്ടെന്ന് നോക്കാം. അപ്പോൾ അതും കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ ഫോർത്ത് വൺ വരുന്നത് വാട്ട് ഈസ് ദ നെയിം ഓഫ് യുവർ സ്കൂൾ? സ്കൂളാണ് അല്ലേ. അപ്പോൾ മാം 3 കമൻറ്റ് ചെയ്യാനുള്ളത്, മൂന്ന് ക്വസ്റ്റ്യൻ്റെ ആൻസർ കമൻറ്റ് ചെയ്യാൻ തരാണ് കേട്ടോ. അപ്പോൾ കമൻറ്റ് ചെയ്യുമ്പം 2, 3, 4 എന്ന് പറഞ്ഞിട്ട് 2ൻ്റെതാണെങ്കിൽ 2 എന്ന് പറഞ്ഞിട്ട് ഇടാം, 3ൻ്റെതാണ് 3 എന്ന് പറഞ്ഞിട്ട് ഇടാം, 4ൻ്റെതാണ് 4 എന്ന് പറഞ്ഞിട്ട് ഇടാം. വാട്ട് ഈസ് ദ നെയിം ഓഫ് അവർ സ്കൂൾ? 4 എന്നിട്ടിട്ട് സ്കൂളിൻ്റെ പേര് ചെയ്താം. ആരൊക്കെ ഇതിൽ ഒരേ സ്കൂളിൽ പഠിക്കുന്നുണ്ട്, ഒരേ കമൻറ്റുകൾ വരുന്നതൊക്കെ നമുക്ക് നോക്കാം. ലാസ്റ്റ് വണ്ണ് ഇൻ വിച്ച് ക്ലാസ് യു ആർ സ്റ്റഡി? ഏത് ക്ലാസ്സിലാണ് നിങ്ങൾ പഠിക്കുന്നതെന്നാണ്. ഇപ്പോൾ നമ്മൾ LKG പേപ്പറാണ് കൊടുത്തത്. അപ്പോൾ LKG ഒരുപാട് ഡിവിഷൻ ഉണ്ടാവും. LKG A, LKG B, പിന്നെ വേറെ രീതിയിലൊക്കെ ഉണ്ടായിരിക്കും, K2 അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഏതാണെന്ന് എല്ലാവരും കമൻറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. എന്താണ് 6ാമത്തെ ക്വസ്റ്റ്യൻ. ഇനി ഇവിടെ വരുന്ന താഴെ വരുന്ന ക്വസ്റ്റ്യൻ കണ്ടോ, 7th ക്വസ്റ്റ്യൻ. അറേഞ്ച് ദ ലെറ്റേഴ്സ് ഇൻ കറക്റ്റ് ഓർഡർ. നോക്കിക്കേ, നമ്മൾ ABCDയിലെ കുറച്ച് ലെറ്റേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതെന്ത് ചെയ്യുക? ഡിസോർഡർ ആക്കിയിട്ടാണ് അല്ലേ, ഓർഡർ തെറ്റിച്ചിട്ടാണ് കൊടുത്തത്. Q കഴിഞ്ഞിട്ട് P അല്ലല്ലോ, N കഴിഞ്ഞിട്ട് M ആണോ, L കഴിഞ്ഞിട്ട് I ആണോ? അതൊക്കെ ഒന്ന് എന്താണോ ഡിസോർഡർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അടിയിൽ നമ്മൾ ഓർഡർ ആക്കിയിട്ട് കൊടുക്കുക. അപ്പോൾ പേരൻസ് എന്ത് ചെയ്യുക? അതുപോലെയൊക്കെ പ്രാക്ടീസ് ചെയ്ത് കൊടുക്കുക. അതുപോലെ കുറച്ച് ലെറ്റേഴ്സൊക്കെ കൊടുത്തിട്ട് കുട്ടികളെ കൊണ്ട് പ്രാക്ടീസ് ചെയ്യിപ്പിക്കാം. അത് ഡിസോർഡർ കൊടുത്തിട്ട് ഓർഡർ ആക്കാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കാം കേട്ടോ. അപ്പോൾ അതെന്ത് ചെയ്യുക? കറക്റ്റ് ചെയ്തിട്ട് ചെയ്താൽ ഓരോന്ന് കഴിഞ്ഞിട്ട് നമ്മൾ ABCD ഒട്ടും അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ABCD ഇങ്ങനെ പറഞ്ഞു നോക്കുക. ABCDEFGH I ഉണ്ട് ഇവിടെ അല്ലേ. അപ്പം നമ്മൾ I ഫസ്റ്റിലേക്ക് എഴുതാം. I കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ഏതാ? IJ ആണല്ലേ, IJ. അപ്പോൾ J നമ്മളിതിൽ നിന്ന് എടുത്ത് എഴുതാം. K പിന്നെ അടുത്തത് JKLMNOPQ. അങ്ങനെയാണ് നമ്മൾ ഇനി ഡിസോർഡറായി കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കുക കുട്ടികൾക്ക് ഇങ്ങനെയാണ് എന്നുള്ളത്. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ LKGയിലെ സ്റ്റുഡൻസിന് മാത്രമല്ല കേട്ടോ, ഇനി ഓൺലൈനായിട്ട് പഠിക്കുന്ന മക്കൾക്കും വളരെയധികം ഉപകാരപ്പെടും. പിന്നെ എന്താ വെച്ചാൽ സ്കൂളിൽ പോകാൻ കുറച്ച് കഴിവില്ലാത്ത എല്ലാ മക്കളും ഒരുപോലെ ആവില്ലല്ലോ, കഴിവ് കുറച്ച് കുറഞ്ഞ മക്കളുണ്ടാവും. അവർക്ക് വീട്ടിൽ നിന്ന് പറഞ്ഞു കൊടുക്കാനും വളരെയധികം ഉപകാരമാണ്. എല്ലാവരും ഇതൊന്ന് പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. പിന്നെ വരുന്ന ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? റൈറ്റ് ദ ഫസ്റ്റ് ലെറ്റർ ഓഫ് ദ ഫോളോയിങ് പിക്ചേഴ്സ്. കുറച്ച് പിക്ചേഴ്സ് താഴെ കൊടുത്തിട്ടുണ്ട്. ഫോർ പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ എന്താണ് ഫസ്റ്റ് ലെറ്റർ നമ്മൾ കണ്ടുപിടിക്കാനാണ്. ഫസ്റ്റ് ലെറ്റർ ഏതാ? ഫസ്റ്റ് ഏതാണ്? ലെഗ് ആണ് അല്ലേ. എല്ലാ പിക്ചേഴ്സിൻ്റെ പേര് അറിയുമെന്ന് ആദ്യം നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് ലെറ്റർ ഏതാണ്? ലെഗിൻ്റെത് ലെഗ്. പിന്നെ വരുന്നത് നെക്ലേസ് ആണ്. നെക്ലേസിൻ്റെ ഏതാണ്? എൻ ആണ്. പിന്നെ വരുന്നത് ജാമാണ്, ജാം, ജെ. പിന്നെ വരുന്ന ഔൾ ആണ്, ഔൾ, O. അത്രയാണ്. അപ്പോൾ ഓരോന്നിൻ്റെ ഫസ്റ്റ് ലെറ്റർ കണ്ടുപിടിക്കാനും ലെറ്റേഴ്സിൻ്റെ
ഡിസോർഡർ ആക്കി കൊടുത്തിരിക്കുന്നത്. അതൊക്കെ ഓർഡർ ചെയ്യാനും മാച്ച് ചെയ്യാനും അങ്ങനെയൊക്കെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻസുകൾ വരുന്നത് കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും വീട്ടിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യുക. ലിറ്റിൽ ബ്ലൂം എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഓക്കെ, ബൈ.